ഈ വിഷയത്തിൽ തെളിവായി ഇത്തരം ആളുകൾ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ്, സ്വഹാബിമാരൊക്കെ പറഞ്ഞു, താബിഈങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ഇബ്നു സൈദ് പറഞ്ഞൊരു വാക്ക്, ഉസ്മാൻ മദ്ഊന്റെ ഖബർ ചാടിക്കടക്കുമായിരുന്നു ഞങ്ങൾ. അപ്പൊ ചാടിക്കടക്കാൻ മാത്രം വലിയ ഉയരത്തിൽ കെട്ടിയുയർത്തിയത് കൊണ്ടല്ലേ ആ ഖബർ ചാടിക്കടക്കേണ്ടി വന്നത് എന്ന ന്യായമാണ് പലപ്പോഴും പറയാറുള്ളത്. അതിന്റെയും വസ്തുത പരിശോധിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അത് റിപ്പോർട്ടുകൾ കാണാം. ഞങ്ങൾക്ക് ചെറുപ്പക്കാരായ ചെറിയ കുട്ടികളായ സമയത്ത് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചാട്ടക്കാര് ആ ഖബർ ചാടുന്നവരായിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബർ ചാടുന്നവരായിരുന്നു. അങ്ങനെ ചാടിക്കടക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാര് എന്ന് കുട്ടികളായ കാലത്ത് ഞങ്ങളൊക്കെ ഒരു തോത് പറയുമായിരുന്നു, ഒരു കണക്ക് പറയുമായിരുന്നുവെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. ശരിയാണ്. എന്താണ് ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബർ മാത്രം അങ്ങനെ പറയാൻ കാരണം? അത് വലിയ ജാറമാക്കിയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരു ജാറമാക്കി മാറ്റിയാൽ പിന്നെ ആ ഖബറിന് മീതെ ചാടിക്കടക്കുമോ? അതേതായാലും ഇല്ലല്ലോ. അപ്പൊ അതല്ല അവിടെ രീതി. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്? ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബറാണ് അവിടെ ആദ്യമായി വന്ന ഖബർ. അന്ന് മറ്റ് ഖബറുകൾ ഒന്നുമില്ല. ആ ഖബർസ്ഥാനിൽ വേറെ ഒരു ഖബറും വന്നില്ല. ആ ഒരു ഖബർ മാത്രമേ അന്നുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഖബറാണെന്നറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ഒരു അടയാളം വെച്ചിരുന്നുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസാണത്. നബി തങ്ങൾ വഫാത്തുമായി ഈ ഉസ്മാൻ മദ്ഊന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ കാണാം അദ്ദേഹത്തിന്റെ ഖബർ, അദ്ദേഹത്തിന്റെ മയ്യിത്ത് ഖബർ മറമാടിയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്ല് കൊണ്ടുവന്ന് വെക്കാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ കല്ല് അവിടെ കൊണ്ടുവന്ന് വരാൻ വേണ്ടി അപ്പുറത്ത് കാണുന്ന ഒരു കല്ലെടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ കല്ല് ഉയർത്താൻ സാധിക്കുന്നില്ല, അവർക്ക് പൊങ്ങുന്നില്ല. നബി തങ്ങളും ചെന്നു. എന്നിട്ട് ആ റിപ്പോർട്ടർ പറയാണ്, ഇപ്പോഴും നബി തങ്ങളുടെ ആ കയ്യിന്റെ വെള്ളം എന്റെ കണ്ണിൽ കാണുന്ന പോലെയുണ്ട്. നബി തങ്ങൾ ചെന്ന് തന്റെ കുപ്പായ കൈ അങ്ങ് നീക്കി കൈയൊന്ന് കയറ്റി എന്ന് നബിയും പിടിച്ചു. ആ കല്ല് രണ്ടാൾ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് ആ കല്ലെടുത്തു വന്നിട്ട് ഈ ഖബറിന്റെ ഭാഗത്ത് വെച്ചിട്ട് പറഞ്ഞു, അതഅല്ലമു ബിഹാ ഖബറ അഖീ, എന്റെ സഹോദരന്റെ ഖബർ ഇത് മുഖേന എനിക്ക് തിരിച്ചറിയാം. വഅദ്ഫന ഇലൈഹി മമ്മാത മിൻ അഹ്ലി, ഇനി എന്റെ കൂട്ടത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് ഇനി മരിക്കുന്ന ആളുകളെ ഇവിടെ മറമാടുകയും ചെയ്യാം. ഒന്നാമത്തെ ഖബറാണ്, മറ്റു ഖബറൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. അപ്പോൾ അടയാളം വെക്കാൻ വേണ്ടി ഒരു വലിയ കല്ല് ഒരു സ്വഹാബിയെ പറഞ്ഞേക്കുന്നു കൊണ്ടുവരാൻ. ആ സ്വഹാബിക്ക് പൊങ്ങുന്നില്ല. നബിയും കൂടെ ചെന്ന് രണ്ടുപേരും ഒന്നിച്ചു പിടിച്ച് ആ കല്ല് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത്, എന്റെ സഹോദരന്റെ ഖബറിന് ഒരു അടയാളമാണിത്. ഇനി മരിക്കുന്നവരെ എനിക്കിവിടെ മറമാടുകയും ചെയ്യാമല്ലോ എന്നാണ്. അതാണ് ആ ഖബറിന്റെ പ്രത്യേകത. അതാണ് ആ ചെറുപ്പക്കാരായ കുട്ടികൾ പറഞ്ഞത്. അത് ചാടുന്നവരായിരുന്നു ഞങ്ങളെ കൂട്ടത്തിന് വലിയ ചാട്ടക്കാർ. മരുഭൂമിയാണ്, എല്ലാം നിരന്ന പ്രദേശമാണ്, അവിടെ ഒരു വലിയ കല്ലുണ്ട്. അപ്പൊ ഇത് ചാടുന്നവർ ഞങ്ങളെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാരായിരുന്നു. ഞങ്ങൾ ചെറുപ്പക്കാരായ സമയത്ത്, കുട്ടികളായ സമയത്ത് ഞങ്ങൾ അങ്ങനെ കണക്കാക്കുമായിരുന്നുവെന്ന് പറഞ്ഞത് അതാണ്. അല്ലാതെ ഖബർ കെട്ടിയുയർത്തി ജാറമാക്കി അവിടെ ജാറം മൂടലും അവിടെ രചനയിലും അവിടെ വഴിപാടും അവിടെ നൽകയും എല്ലാം ഉണ്ടായിരുന്നുവെന്ന് എവിടെയുമില്ല. ആ ഖബറിന്റെ സവിശേഷത ഇതാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി ഇത്തരം ആളുകൾ പറയാറുള്ളത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ അതാ ഞങ്ങൾക്ക് തെളിവ്. നബി തങ്ങളുടെ ഖബർ തന്നെയും പള്ളിയിലാണല്ലോ, നബി തങ്ങളുടെ ഖബർ തന്നെയും മീതെ കുബ്ബയുണ്ടല്ലോ, അതുകൊണ്ട് അതേക്കാളും വലിയ തെളിവ് മറ്റെന്താണ് വേണ്ടത് എന്ന് ഇവർ പറയാറുണ്ട്. അതിന്റെയും വസ്തുത നമുക്കറിയാം. നബി തങ്ങളുടെ വഫാത്താകുമ്പോൾ മറമാടിയത് പള്ളിയിലല്ല, പള്ളിയുടെ പുറത്താണ്. ആയിഷ ബീവിയുടെ റൂമിലാണ് മറമാടപ്പെട്ടത്. അന്ന് ആയിഷ ബീവിയുടെ റൂമാണ് അവിടെ. അന്ന് പള്ളി അങ്ങോട്ടായിട്ടില്ല. ആ റൂമിലാണ് നബി തങ്ങളെ മറമാടിയത്. കാരണം അമ്പിയാക്കൾ എവിടെ വെച്ചാണോ വഫാത്തായത് അവിടെ തന്നെ മറമാടണമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും അതുപ്രകാരം നബി തങ്ങൾ വഫാത്തായ അതേ റൂമിൽ ആ കട്ടിലിന് താഴെ ഒരു ഖബർ കുഴിച്ചുകൊണ്ട് അവിടെ മറമാടുകയും ആ ഖബർ ഒരു ചാണോളം അല്ലെങ്കിൽ 4 വിരലോളം ഉയരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. നേരത്തെ അബ്ദുൽ മാലിക് സലഫി ഇവിടെ വിശദീകരിച്ച ആ ഭാഗം. അതാണ് നബി തങ്ങളുടെ ഖബറിന്റെ അവസ്ഥ. പിന്നീട് പലപ്പോഴായി ആ പള്ളി വിശാലമാക്കപ്പെട്ടു, അത് വികസിപ്പിക്കപ്പെട്ടു. ആ വികസിപ്പിച്ച കൂട്ടത്തിൽ ആദ്യകാലത്ത് അവര് അന്നും ആ ഖബറിനെ പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടില്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന അവസാന സന്ദർഭങ്ങളിൽ പോലും നബി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന്. നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന ആ സമയത്ത് പോലും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു. കാരണം അമ്പിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. എന്തിനാണ് നബി തങ്ങൾ വഫാത്താകാൻ സമയത്ത് പോലും അത് പറഞ്ഞത്? ആയിഷ ബീവി പറയുകയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതുപോലെ ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാനുള്ള താക്കീതാണ് നബി തങ്ങൾ നൽകിയത്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നു.
പക്ഷേ വലാകിന്നഹു ഖശിയ ഔ ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, ആ ഖബറെങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് പിന്നെ ഒരു ആരാധനാ കേന്ദ്രമായി മാറുമോ, പള്ളിയാക്കി മാറ്റപ്പെടുമോ എന്ന ഭയം കാരണം ഞങ്ങൾ അതിനെ ഉള്ളിൽ തന്നെയാക്കി, അല്ലെങ്കിൽ ആ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നുവെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇമാം നബവി റഹിമഹുല്ലാ, ഇമാം അസ്ഖാനി റഹിമഹുല്ലാ എന്നിവരൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം നേരത്തെ മാലിക് സലഫി സൂചിപ്പിക്കുകയുണ്ടായി. അമിതമായി ബഹുമാനിക്കപ്പെട്ട് ഒരു കുഫ്റിലേക്ക് വരെ ഈ ഉമ്മത്ത് എത്തുമെന്ന ഭയമാണ് സ്വഹാബത്തിനെ ആ ഖബറെങ്ങനെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ പ്രേരിപ്പിച്ചത് എന്നും, പിന്നീട് ആ പള്ളി വികസിപ്പിച്ചപ്പോൾ പോലും നബി തങ്ങളുടെ ഖബറിന് പ്രത്യേകമായി 2 ചുമരുകൾ വെച്ചുകൊണ്ട് ആ ചുമരുകൾക്കുള്ളിലായി വെക്കുകയും ഒരാൾ നിസ്കരിക്കുമ്പോൾ ആ ഖബറിലേക്ക് തിരിയാൻ സാഹചര്യമില്ലാത്ത വിധം അത് വേറെ തന്നെ വേറിട്ട് നിർത്തുകയും ചെയ്തുവെന്നാണ്. അന്നൊന്നും കുബ്ബയുണ്ടായിട്ടില്ല. കുബ്ബയുണ്ടായത് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. നബി തങ്ങളുടെ ഖബർ വന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 678 ആ കുബ്ബയുണ്ടാകുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് ചരിത്രം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഏതാണെങ്കിലും നബി തങ്ങളുടെ ഖബർ ഉയർത്തപ്പെട്ട ഖബറല്ല, ഒരു ചാൺ ഉയരം മാത്രമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ 4 വിരലോളം എന്നാണ്. 4 വിരൽ ഇങ്ങനെ വെച്ചാൽ എത്രയാണോ ഹൈറ്റ്, ആ ഹൈറ്റാണ് ആ ഖബർ ഉണ്ടായിരുന്നത് എന്നാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നത്. അങ്ങനെയാണ് നബിയുടെ ഖബറുള്ളത്. 2 കൂട്ടുകാരുടെ ഖബറും അങ്ങനെ തന്നെയാണുള്ളത്. അതൊരിക്കലും ഖബർ കെട്ടുയർത്താനുള്ള തെളിവല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് പലപ്പോഴും ഇവർ പറയാറുള്ളത്, സ്വഹാബിമാരും അങ്ങനെ ഖബർ നബിയുടെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറയാറുണ്ട്. തന്റെ സുഹൃത്തായ മറ്റു സ്വഹാബി അദ്ദേഹം വഫാത്താകുമ്പോൾ അവിടെ അദ്ദേഹത്തെ മറമാടി അങ്ങനെ അദ്ദേഹത്തിന്റെ ഖബറിനടുത്ത് ഒരു പള്ളി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ തന്നെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. ഇനി ഉള്ളതിൽ തന്നെ ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കിയെന്നോ ഖബർ കെട്ടിയുയർത്തിയെന്നോ ഒന്നൊന്നുമില്ല. പോകുന്ന യാത്രാ മധ്യ വഴിയിൽ വെച്ച് മരിക്കുകയും അവിടെ മറമാടേണ്ടി വരികയും ചെയ്തു. ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. ഇനി അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ മറമാടിപ്പോരുകയാണ്. അപ്പൊ അവിടെ സമീപത്തായി ഒരു പള്ളി ഉണ്ടാക്കി എന്നേ അതിനർത്ഥമുള്ളൂ. ആ സംഭവം ഉണ്ടെങ്കിൽ തന്നെ അസർ റിപ്പോർട്ടുകളൊന്നും ഈ പള്ളി ഉണ്ടാക്കി കഥയില്ല. ഉള്ളയിടത്തൊന്നും ഇന്ത ഖബറിഹി എന്നല്ലാതെ ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കിയെന്നോ ഖബർ കെട്ടിയുയർത്തിയെന്നോ ഖബർ ദർഗയാക്കി മാറ്റിയെന്നോ ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല.